പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് പെർഫെക്റ്റും പഠിച്ചു കഴിഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കുഴപ്പിക്കുന്ന സംഗതികളും ഇതിലില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഫോം കാണാതെ പഠിക്കുക തന്നെ വേണം. അതാണ് ഇതിലുള്ള ആകെയുള്ള ഒരു പ്രശ്നം. ഇതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇത്രയേ ഉള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിനുള്ള ഉദാഹരണങ്ങൾ പഠിക്കാം. I have been waiting for her since 2 PM.